പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ കരങ്ങളിലേന്തുന്ന വൈദികരുടെ ഹൃദയാനുഭവങ്ങൾ. ദിവ്യകാരുണ്യനാഥനെ ദർശിക്കുമ്പോഴുള്ള സ്നേഹാനുഭവങ്ങൾ. വിശുദ്ധ കുർബാനയുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. കോട്ടയം ഐമനം കേന്ദ്രീകരിച്ച് മൂകരും ബധിരരുമായ മക്കൾക്കായി വിവിധ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന ഹോളി ക്രോസ് സഭാംഗമായ ഫാദർ ബിജു ലോറൻസ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് അധ്യായം 26 വചനങ്ങൾ 26 മുതൽ. അവർ ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാണ്. അനന്തരം പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയതുമായ എൻ്റെ രക്തമാണ്. സ്നേഹമുള്ളവരെ, ഞാൻ ഫാദർ ബിജു, ഹോളി ക്രോസ് വൈദികനാണ്. എൻ്റെ സഭ ഹോളി ക്രോസ് സഭയാണ്. 2003 ഞാൻ ശരിക്കും ആംഗ്യഭാഷ പഠിക്കുന്നത്. ആംഗ്യഭാഷ എന്ന് പറഞ്ഞാൽ കേൾക്കാൻ പറ്റാത്ത ബധിരരായിട്ടുള്ളവർ ഉപയോഗിക്കുന്ന അവരുടെ മാതൃഭാഷയാണ് ആംഗ്യഭാഷ. ഇപ്പോൾ 2003 ഞാൻ ഫിലോസഫി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ തന്നെ വൈദികൻ, ഹോളി ക്രോസ് വൈദികനായ ഫാദർ ഹാരി സ്റ്റോക്ക്, ഒരു കനേഡിയനാണ്. അച്ഛൻ ഈ ഭാഷ ഞങ്ങളെ പഠിപ്പിച്ചു. ഈ ഭാഷ എന്നെ പഠിപ്പിക്കുമ്പോൾ അച്ഛൻ എനിക്ക് പറഞ്ഞൊരു കാര്യം, ഇത് ബധിര സമൂഹത്തിൻ്റെ മാതൃഭാഷയാണ്. അവരുമായി നീ ആശയവിനിമയം ചെയ്യുകയാണെങ്കിൽ ഈ ഭാഷയായിരിക്കണം ഉപയോഗിക്കേണ്ടത്. കാരണം അവർക്ക് മനസ്സിലാകുന്നത് ഈ ഭാഷയാണ്. അതുകൊണ്ട് തന്നെ 2008 എൻ്റെ ആദ്യത്തെ പ്രഥമ കുർബാന, വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഞാൻ തീരുമാനിച്ചതും അത് ഈ ഒരു ഭാഷയിലൂടെ ആയിരിക്കണം ഈ ബധിര സമൂഹത്തിന് വേണ്ടിയിട്ട് അർപ്പിക്കേണ്ടത് എന്ന്. അങ്ങനെ എൻ്റെ ആദ്യത്തെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ട് വന്നവരെല്ലാം തന്നെ ബധിരരായിട്ടുള്ള സമൂഹമായിരുന്നു. അവരെല്ലാവരും വന്നിരുന്നു. ഞാൻ അവരുമായിട്ട് ആംഗ്യത്തിൽ ആശയവിനിമയം നടത്തി. അങ്ങനെ എൻ്റെ പ്രഥമ ദിവ്യബലി ആംഗ്യഭാഷയിൽ അർപ്പിച്ചു. സ്നേഹമുള്ളവരെ, വളരെ മനോഹരമായ ഒരു അനുഭവമായിരുന്നു. ആ അനുഭവം നിങ്ങളോട് പങ്കുവച്ചിട്ട് വേണം എനിക്ക് മറ്റു കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ. എന്താണ് ഇത്രത്തോളം അനുഭവവേദ്യമാക്കി എന്ന് ചോദിച്ചാൽ അവിടെയാണ് ഈ സുവിശേഷ ഭാഗം പ്രസക്തമാകുന്നത്. ഞാൻ ഒന്നുകൂടെ വായിക്കാം. അവർ ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാണ്. ആംഗ്യഭാഷയിൽ ആംഗ്യത്തോടും മുദ്രയോടും കൂടി ദൈവത്തിൻ്റെ ആ സാന്നിധ്യവും യേശു തന്നെ കൊടുക്കുന്ന ആ ഒരു കൂദാശ ഈ ആംഗ്യഭാഷയിൽ ഞാൻ അർപ്പിച്ചപ്പോൾ അത് എനിക്കൊരു ദൈവിക അനുഭവമായി മാറി. സ്നേഹമുള്ളവരെ, ഞാൻ പറയുന്നു, അന്ന് മുതൽ ഇന്ന് വരെ ഈ വിശുദ്ധ കുർബാനയ്ക്ക് ഇത്രത്തോളം ഒരു സത്യമുണ്ട് എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയത് ഒരുപക്ഷെ ഈ ആംഗ്യത്തിലും മുദ്രയിലും കൂടിയാണ്. ഇത് എൻ്റെ ശരീരമാണ്.
ഇത് എൻ്റെ രക്തമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. അങ്ങനെ കുർബാന കഴിഞ്ഞു. ഞാൻ എൻ്റെ കുർബാന വസ്ത്രങ്ങളൊക്കെ എല്ലാം ഊരി ഞാൻ സങ്കീർത്തിയിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ഒത്തിരി ആൾക്കാർ അവിടെ ഇരുന്ന് സന്തോഷത്തോടു കൂടി അവരവരുടെ അനുഭവം പങ്കുവയ്ക്കുന്നത് ഞാൻ കണ്ടു. ഒരുപക്ഷെ അവരുടെ ജീവിതത്തിലും ആംഗ്യഭാഷയിലൂടെ അവർ ക്രിസ്തു ആരാണ് എന്നും കൂദാശ എന്താണെന്നും അതിൻ്റെ സത്യം എന്താണെന്നും അവർക്ക് കുറച്ചുകൂടെ ബോധ്യപ്പെട്ടതിൻ്റെ ഒരു മുഖഭാവങ്ങളും സന്തോഷവും എനിക്കന്ന് കാണുവാൻ സാധിച്ചു. സ്നേഹമുള്ളവരെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ വെറൊരു സാധാരണ വൈദികനാണ്. തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് വന്നു ഈ ഹോളി ക്രോസ് സഭയിലേക്ക് ചേർന്നു. മറ്റെല്ലാവരെയും പോലെ സാധാരണ പഠനങ്ങളെല്ലാം നടത്തി ഞാൻ ഈ നിലവരെ എത്തി. പക്ഷേ ഞാൻ ഈ ആംഗ്യഭാഷ പഠിച്ചും ആംഗ്യഭാഷയിലൂടെ വിശുദ്ധ ബലി അർപ്പിച്ചും ഈ ജനങ്ങൾക്ക് സേവനം ചെയ്ത് തുടങ്ങിയപ്പോൾ അന്ന് കിട്ടിയ വിശുദ്ധ കുർബാനയുടെ അനുഭവം എൻ്റെ ഓരോ പ്രവർത്തനത്തെയും വളരെ വളരെ ഗൗരവമായി ബാധിച്ചു. എനിക്ക് എന്നെ തന്നെ പൂർണ്ണമായി ഈശോയ്ക്ക് സമർപ്പിക്കുവാൻ സാധിച്ചു. ഒരുപക്ഷെ വിശുദ്ധ കുർബാനയിൽ അന്ന് കിട്ടിയ അനുഭവമാണ് ഇന്ന് രാവിലെ ഞാൻ കുർബാന അർപ്പിച്ചപ്പോഴും എനിക്ക് അത് പകർന്നു കൊടുക്കുവാൻ സാധിച്ചത്. ക്രിസ്തു എനിക്ക് നൽകിയ ഒരു പ്രധാന സമ്മാനമായി ഞാൻ ഈ ഒരു ആംഗ്യഭാഷയിലുള്ള കുർബാന, വിശുദ്ധ കുർബാന ഒരു സമ്മാനമായി എനിക്ക് തന്നതാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. മറ്റെല്ലാ വൈദികരെയും പോലെ ഞാനും എൻ്റെ വൈദിക ജീവിതം ആരംഭിച്ചു. എനിക്ക് തോന്നുന്നു ഏതാണ്ടൊരു 2 വർഷം ഒക്കെ ആയപ്പോഴേക്കും എൻ്റെ ജീവിതത്തിലേക്കൊരു ക്രൈസിസ് വരികയായിരുന്നു. അത് മറ്റൊന്നുമല്ല, എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിലൊന്നും കാര്യങ്ങൾ പോകുന്നില്ലായിരുന്നു. എൻ്റെ അപ്പച്ചൻ രോഗബാധിതനാകുന്നു. എൻ്റെ ജ്യേഷ്ഠന് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയാവുന്നു. എൻ്റെ അമ്മയ്ക്ക് ഇതൊന്നും മാനേജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കടന്നു വരികയായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ കുടുംബ പശ്ചാത്തലം വളരെ ഒരു മോശമായ സാഹചര്യത്തിലായിരുന്നു ആ സമയം. അതെന്നെ വല്ലാതെ ബാധിക്കുമായിരുന്നു. കാരണം ഞാൻ അത്രത്തോളം കുടുംബവുമായിട്ട് വളരെ അടുപ്പമുള്ളൊരു വ്യക്തിയാണ്. എൻ്റെ വൈദിക ജീവിതത്തിൽ ഞാൻ ചേർത്ത് പിടിക്കുന്ന എൻ്റെ കുടുംബവും മറ്റെല്ലാ കുടുംബവും എൻ്റെ കുടുംബവും എനിക്ക് വളരെയധികം ഞങ്ങൾ വളരെ അടുപ്പത്തിലാണ്. അങ്ങനെ ഈ എൻ്റെ കുടുംബത്തിൻ്റെ അകത്ത് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായപ്പോൾ ഞാൻ തീരുമാനിക്കുകയാണ്, ഇനി വേണ്ട, ഇനി മതിയാക്കാം. ഈ വൈദിക ജീവിതം ഇവിടെ നിർത്തി ഞാൻ കുടുംബത്തെ ഇനി സപ്പോർട്ട് ചെയ്യാം എന്നൊരു തീരുമാനം അങ്ങനെ എടുക്കുകയാണ്. അതിന് ഒരുപക്ഷെ എൻ്റെ തോന്നലായിരിക്കാം കേട്ടോ, എനിക്കറിയത്തില്ല. ആ സമയത്ത് അങ്ങനെ ഒരു വല്ലാത്തൊരു ഒരു ഒരു സമ്മർദ്ദമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാനിങ്ങനെ തീരുമാനിക്കുകയാണ്, ഇനി മതി. അപ്പോൾ ഞങ്ങൾക്ക് എൻ്റെ പ്രൊവിൻഷ്യൽ അച്ഛനോട് എനിക്ക് ഈ കാര്യങ്ങളെല്ലാം പറയണമായിരുന്നു. അപ്പം ഏതാണ്ടൊരു 2 മാസത്തോളം, കഷ്ടിച്ച് 2 മാസത്തോളം സമയമുണ്ട്. ഏതാണ്ട് മെയ് മാസം ആകുമ്പോഴാണ് ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ എല്ലാം പറയാനുള്ളൊരു അവസരം വരുന്നത്. അപ്പോൾ ഇനി ഞാൻ കൃത്യമായിട്ട് ഓർക്കുകയാണെങ്കിൽ ഏതാണ്ടൊരു 53-54 ദിവസം കൂടി ഇനി ഉള്ളൂ. അതിനുശേഷം എനിക്ക് ഈ കാര്യം അവതരിപ്പിക്കണം. എന്നിട്ട് ഞാൻ ഒരു നല്ലൊരു ബ്രേക്ക് എടുത്ത് പതുക്കെ കുടുംബത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യാം എന്ന് ഞാൻ തീരുമാനിച്ചിട്ട്
ഞാൻ കലണ്ടറിൽ അങ്ങ് കുറിക്കാൻ തുടങ്ങി, ഏതാണ്ടൊരു 56 ദിവസത്തോളം. അപ്പോൾ ഇനി പതുക്കെ ചിന്തിക്കാൻ തുടങ്ങി, ഇനി എനിക്ക് ആകെ ഒരു 56 അല്ലെങ്കിൽ 55 കുർബാന കൂടെ ചൊല്ലാൻ സാധിക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ എനിക്ക് കുർബാനയെല്ലാം പറ്റുകയില്ല. അത് കഴിഞ്ഞാൽ എനിക്ക് കുർബാന ചൊല്ലാൻ സാധിക്കുകയില്ല എന്നുള്ള ഒരു തോന്നൽ മനസ്സിനകത്ത് വരികയും പിന്നെ ഓരോ ദിവസവും ഞാനിങ്ങനെ കലണ്ടറിൽ മാർക്ക് ചെയ്യുമായിരുന്നു, ഇനി എനിക്ക് അങ്ങോട്ട് എത്ര കുർബാന ചെല്ലാൻ സാധിക്കും. അത് 50-ൽ നിന്ന് 40-ആയി, 30-ആയി, 25-ആയി, 20-ആയി, അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനസ്സിനകത്ത് വല്ലാത്തൊരു വിഷമാണ്. എനിക്കറിയത്തില്ല ഇനി എനിക്ക് അങ്ങോട്ട് കുർബാന അർപ്പിക്കാൻ സാധിക്കില്ല. കാരണം എന്നെ ദൈവം ഒരു പ്രത്യേക ദൗത്യത്തിനായിട്ട് തിരഞ്ഞെടുക്കുകയും ഈ മൂകരായിട്ടുള്ള, ബധിരരായിട്ടുള്ള ഈ സമൂഹത്തിന് വേണ്ടി കുർബാന അർപ്പിക്കുവാനൊരു വിശിഷ്ടമായ ദാനം എൻ്റെ കൈകളിൽ വെച്ച് തന്നിട്ട് എനിക്കതൊന്നും ഉപയോഗിക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് ഞാൻ പോവുകയാണ് എന്ന് എൻ്റെ ഉള്ളിലൊരു ബോധ്യം വരികയാണ്. ആകെ ഇനി കുറച്ച് ദിവസങ്ങളൂടെ ഉള്ളൂ, കുറച്ച് കുർബാന അർപ്പിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറയുകയാണ്, ആ ഓരോ ബലിയും ഞാൻ കരഞ്ഞുകൊണ്ടാണ് അർപ്പിച്ചത്. ഈ കാസയും പിലാസയും എൻ്റെ ജീവിതത്തെ ഒത്തിരി സ്പർശിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആ ഒരു അവസരത്തിൽ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന അനുഭവം ഒരു പ്രത്യേക തീരുമാനമെടുക്കുവാനായിട്ട് എന്നെ പ്രചോദിപ്പിച്ചു. ഈ കുർബാനയും ഞാനുമായി ഒരിക്കലും വേർപെടാൻ സാധിക്കില്ല എന്ന് ഒരു തിരിച്ചറിവ്. അങ്ങനെ ഞാൻ എൻ്റെ ആ തീരുമാനം മാറ്റുകയും അതിനുശേഷം അർപ്പിച്ച ഓരോ ബലിയും ഞാൻ സന്തോഷത്തോടും ആഹ്ലാദത്തോടും ദൈവത്തിൻ്റെ ഒരു പ്രതിപുരുഷനായിട്ട് ദൈവത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് അർപ്പിക്കുകയായിരുന്നു. ഈ ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. കുർബാന അർപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന തിരിച്ചറിവ് പിന്നെ ചൊല്ലിയ ഓരോ കുർബാനയും എന്നെ എൻ്റെ കണ്ണ് നനയിപ്പിച്ചു. ഈ കാസ എനിക്കൊരിക്കലും ഉയർത്തുവാൻ സാധിക്കുകയില്ല എന്ന ഒരു തോന്നൽ, എൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു വലിയ കാര്യം എനിക്ക് നഷ്ടമാകുന്നു എന്ന ഒരു അനുഭവം എൻ്റെ മനസ്സിനെയും ജീവിതത്തെയും വല്ലാതെ പിടിച്ചു കുലുക്കി. പിന്നെ ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, പിന്നീട് ഒരിക്കലും ഈ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നതുമില്ല. പിന്നെ ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടുമില്ല. പിന്നെ അങ്ങോട്ട് ഒരു സെലിബ്രേഷനായിരുന്നു, വിശുദ്ധ കുർബാനയുടെ ഒരു സെലിബ്രേഷൻ, ഒരു ഉത്സവമായിരുന്നു എനിക്ക്. പിന്നെ ആ കുടുംബത്തിന് എന്ത് സംഭവിച്ചു? കുടുംബം പതുക്കെ ആ പ്രതിസന്ധികളെല്ലാം സ്വമേധയാ തരണം ചെയ്തുകൊണ്ട് അവർ ആ പ്രശ്നങ്ങളിൽ നിന്ന് മുന്നോട്ട് വരികയും ആ കുടുംബം ഉയർന്നു വരികയും ചെയ്തു. ഈ കാസയും പിലാസയും എനിക്ക് നഷ്ടപ്പെടുമല്ലോ എന്നുള്ള ബോധ്യമായിരുന്നു പിന്നീട് ഈ കാസ പിടിക്കുവാൻ എൻ്റെ കരങ്ങൾക്ക് ശക്തി നൽകിയത്. നിന്നിൽ നിന്നകന്ന നാളിൽ നിന്നരികിൽ ചേർത്തണയ്ക്കാൻ, നിന്നിൽ നിന്നകന്ന നാളിൽ നിന്നരികിൽ ചേർത്തണയ്ക്കാൻ എത്രയോ കാക്ഷിച്ചിരുന്നു നീ, കരുണ തൻ കയർ പിടിച്ചെന്നെ മൃദുവായി തലോടിടും സ്നേഹമേ. ആംഗ്യ ഭാഷയിൽ കുർബാന അർപ്പിച്ചതിന് ശേഷം ഞാനൊരു പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ആ കുർബാനയിൽ പങ്കുകൊണ്ട ഒരു ബധിരനായ സഹോദരൻ്റെ അമ്മ എൻ്റെ അടുക്കിലേക്ക് വന്ന് ചോദിച്ചു, അച്ഛാ, ഇന്നത്തെ കുർബാന എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായൊരു കുർബാനയാണ്, ഞാൻ ഇതങ്ങോട്ട് അനുഭവിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ഒരിക്കലും ഞാൻ ഇതുപോലൊരു കുർബാനയിൽ പങ്കുകൊണ്ടിട്ടില്ല, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മനോഹരമായൊരു അനുഭവമായിരുന്നു എന്ന് ആ അമ്മച്ചി എൻ്റെ നേരെ പറഞ്ഞു. എന്നിട്ട് അമ്മച്ചി എന്നോട് വേറൊരു കാര്യം ചോദിച്ചു, അച്ഛൻ ഈ കുർബാന അർപ്പിച്ചപ്പോൾ
എങ്ങനെയാണ് ഇത് അനുഭവപ്പെട്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആ അമ്മച്ചിയോട് പറഞ്ഞു, ഞാൻ ഈ വിശുദ്ധ കുർബാന ആംഗ്യ ഭാഷയിൽ ചെല്ലുമ്പോൾ ഈ കൂദാശ വചന സമയത്ത് അത് എന്നെ വല്ലാതെ സ്പർശിക്കാറുണ്ട്. അതെങ്ങനെയാണ് എന്ന് ഞാൻ വേണമെങ്കിൽ ഒരു പ്രാവശ്യം കാണിച്ചു തരാം നിങ്ങൾക്ക്. ഒരു പക്ഷേ ഇത് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാനത് വായിക്കാം, ഒപ്പം ഞാനത് ആംഗ്യത്തിലും അത് കാണിക്കാം. ഓക്കെ. ക്രിസ്തുനാഥൻ പീഡാസഹനത്തിൽ സ്വയം ഏൽപ്പിച്ചു കൊടുത്ത രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചൊല്ലി ഭാഗിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവൻ, ഇത് എൻ്റെ ശരീരമാകുന്നു. നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്തു വീണ്ടും കൃതജ്ഞതാസ്തോത്രം ചൊല്ലി ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവൻ, ഇത് എൻ്റെ രക്തമാകുന്നു, നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ രക്തം. നിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി പാപമോചനത്തിനായി ചിന്തുവാനിരിക്കുന്ന എൻ്റെ രക്തം. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. സ്നേഹമുള്ളവരെ, ഇവിടെ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും, ഈ ആംഗ്യ ഭാഷയിൽ ഞാൻ 2 പ്രാവശ്യം ഇങ്ങനെ ഒരു മുദ്ര കാണിച്ചിട്ടുണ്ട്, ഒരാംഗ്യം. ഇത് ഞാൻ എന്നിൽ തന്നെ തൊട്ടു പറയുകയാണ്, ഇത് എൻ്റെ ശരീരമാകുന്നു. അന്ന് ഈശോ പറഞ്ഞ അതേ വചനങ്ങൾ ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ച് ഈശോ പറയുകയാണ്, ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു, നിങ്ങൾ ഭക്ഷിക്കുക, നിങ്ങളെടുത്ത് കുടിക്കുക. ഓരോ പ്രാവശ്യവും ആംഗ്യഭാഷയിൽ ഞാൻ ഈ ബലി അർപ്പിക്കുമ്പോൾ ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന് ഞാൻ പറഞ്ഞ് അർപ്പിക്കുന്ന ഓരോ കുർബാനയും എനിക്ക് തരുന്ന ശക്തി, എനിക്ക് തരുന്ന പ്രചോദനം, എനിക്ക് തരുന്ന ഒരു പ്രത്യേക ദൗത്യം, അത് എനിക്ക് പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്ത. ഇന്ന് ഈ നിമിഷം വരെയും എത്രയൊക്കെ പ്രതിസന്ധികളുണ്ടെന്നറിയാമോ? ഓരോ സ്ഥലത്താണ് ഈ ഡെഫായിട്ടുള്ള ഈ ബധിരരായിട്ടുള്ള സഹോദരങ്ങൾ താമസിക്കുന്നത്. അവരുടെ ഭാഗത്തേക്ക് നമ്മൾ യാത്ര ചെയ്ത് അവരുടെ ചെറിയ കാര്യങ്ങൾ പോലും ഇടപെട്ട് ചിലപ്പോൾ പല സമയങ്ങളെടുക്കും, ചിലപ്പോൾ പല ദിവസങ്ങളെടുക്കും, ചിലപ്പോൾ പറയുന്നത് പലപ്പോഴും വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടി വരും, ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളും സങ്കീർണമായ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും, തെറ്റിദ്ധരിക്കപ്പെട്ട അവസരങ്ങളുണ്ട്. അങ്ങനെ വല്ലാത്ത നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം ഇതൊന്നുമല്ല എന്ന്, ഇതിനപ്പുറത്തും മറ്റൊരു യാഥാർത്ഥ്യമുണ്ട് എന്നും ഈ വിശുദ്ധ ബലിയിലൂടെ എനിക്ക് കിട്ടുന്ന ഈ ശക്തി, അതാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. ഈശോയെ കരങ്ങളിൽ എടുക്കുക, ഈശോയുടെ ബലിയർപ്പിക്കുക, വിശുദ്ധമായ ബലിപീഠത്തിൽ ബലിയർപ്പിക്കുക. ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു ദാനമാണ്. അവൻ്റെ ജീവിതത്തിൽ ഈശോയുടെ ശരീരവും രക്തവും പകർന്ന് മറ്റുള്ളവർക്ക്, തൻ്റെ വിശ്വാസികൾക്ക് കൊടുക്കുവാനായിട്ട് നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തി.
തീർച്ചയായിട്ടും ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം അതൊരു അമൂല്യ നിമിഷമാണ്, അത് അവൻ്റെ ദാനമാണ്. ഞാനിപ്പോഴും ഓർക്കുകയാണ് ദൈവവിളി എന്നൊരു കാര്യം. ദൈവവിളി, നമുക്ക് ലഭിച്ച ദൈവവിളി. ഞാനൊരു സാധാരണ മനുഷ്യനാണ്, ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് വരുന്നു. ഹോളി ക്രോസ് സഭയിലേക്ക് ചേർക്കപ്പെട്ടു. അങ്ങനെ ഞാൻ ദൈവവിളി സ്വീകരിച്ചു. ഈ ദൈവവിളിയിലൂടെ ഒരു വൈദികനാകുവാൻ സാധിച്ചു. ശ്രേഷ്ഠമായ ഒരു ഉത്തരവാദിത്വം ആ വിളിയിലൂടെ എനിക്ക് ലഭിച്ചു. ഈശോയെ പകർന്നു കൊടുക്കുക, ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കുക, ഈശോയെ കരങ്ങളിൽ സ്വീകരിക്കുകയും ഈശോയെ പകുത്ത് തൻ്റെ ജനങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യുന്ന ശ്രേഷ്ഠമായ വിളിയുള്ള ഒരു വൈദികനാണ്, അവൻ്റെ കർത്തവ്യമാണ് എന്നുള്ള തിരിച്ചറിവ് എനിക്ക് വന്നത് പ്രധാനമായിട്ടും ഞാൻ എൻ്റെ പപ്പായുടെ ഒരു ജീവിതത്തിൽ കണ്ടൊരു കാര്യമാണ്. എൻ്റെ പപ്പ ഒരു SI ആണ്, സബ് ഇൻസ്പെക്ടറാണ്. പപ്പ പല സമയത്തും ഞാൻ സ്റ്റേഷനിൽ പോകുമ്പോൾ കാണാറുണ്ട്, ഈ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ അച്ഛന്മാരൊക്കെ വരുമ്പോഴേക്കും യൂണിഫോമിലാണെങ്കിലും എഴുന്നേറ്റ് നിന്ന് അവർ സ്വീകരിക്കുന്ന ഒരു കാര്യം ഞാൻ കാണാറുള്ളതാണ്. അപ്പോൾ ഞാനും പല സമയത്ത് അവിടെ പോകാറുണ്ട്. അപ്പോൾ എന്നെ കണ്ടാലും എഴുന്നേറ്റ് നിൽക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ പപ്പ പറഞ്ഞ ഇതാണ്: വൈദികർ ഈശോയുടെ ശരീരവും രക്തവും മുറിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ്, ഈശോയുടെ ശരീരവും രക്തവും കയ്യിൽ വഹിക്കുന്നവരാണ്, അവർ വിശുദ്ധ കുർബാന പരിക്രമം ചെയ്യുന്നവരാണ് എന്നാണ്. എത്രത്തോളം ശ്രേഷ്ഠമായ ഒരു വിളിയാണ് ഒരു വൈദികൻ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. തീർച്ചയായിട്ടും അയോഗ്യനായ ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു ബാലനെ ഇത്രയും ശ്രേഷ്ഠമായ ഒരു വിളി നൽകി സ്വീകരിച്ച് അവനെ ദൈവത്തിൻ്റെ സ്വന്തമാക്കി മാറ്റി അവനിലൂടെ ഈശോ ഇന്നും ജീവിക്കുകയും മുറിക്കപ്പെടുകയും ചെയ്യുന്ന ഏറ്റവും വലിയൊരു സത്യം, അത് അനുഭവിച്ചറിയുമ്പോൾ നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണ്, എത്രയോ വലിയൊരു ദാനമാണ് നാം സ്വീകരിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ, ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ, ആത്മാവിന്നകതാരിനുള്ളിൽ അഭിഷേക ജ്വാലയായി നിറയും സ്നേഹമേ. 14 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് ധാരാളം അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. മൂകരും ബധിരരുമായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ പലപ്പോഴും പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജീവിതത്തിലെ ഒരു വൈദികൻ്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ കർത്തവ്യം എന്ന് പറയുന്നത് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പ്രധാനമായിട്ടും പരിശുദ്ധ കുർബാനയിൽ ആണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഓരോ നിയോഗങ്ങളും നമ്മൾ എടുക്കുമ്പോൾ, നമ്മുടെ അടുക്കളയിലേക്ക് വന്ന് ആവശ്യപ്പെടുന്ന ഓരോ നിയോഗങ്ങളും നമ്മൾ എടുക്കുമ്പോൾ ഞാനെല്ലാം ഈ അൾത്താരയിലേക്ക് സമർപ്പിക്കുക ചെയ്യുന്നത്. ഈ അൾത്താരയിലേക്ക് സമർപ്പിക്കുമ്പോൾ ഞാൻ എനിക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും, എല്ലാ പ്രാർത്ഥനാ അപേക്ഷകളുമൊക്കെ എല്ലാം ഈശോയിലേക്ക് സമർപ്പിക്കുക ചെയ്യുന്നത്. പ്രധാനമായിട്ടും പരിശുദ്ധ കുർബാനയിലും ആരാധനയിലും ഓരോ നിയോഗങ്ങളും സമർപ്പിക്കാറുണ്ട്. ഒത്തിരി അധികം മാറ്റങ്ങൾ ജനങ്ങൾക്ക് വരാറുണ്ട്. അവർ പറയാറുണ്ട്, ഈശോ അവരെ കേട്ടു, ഈശോ അവരുടെ ജീവിതത്തിൽ ഇടപെട്ടു, ഈശോ അവർക്ക് നല്ല മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുന്നു എന്നുള്ളത്. എൻ്റെ ജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലുമൊക്കെ എല്ലാം പ്രാർത്ഥനയുടെ ആ ഒരു ആവശ്യം ഞാൻ കണ്ടറിഞ്ഞതും മനസ്സിലാക്കിയതുമെല്ലാം ഈ പരിശുദ്ധ കുർബാനയിലൂടെയാണ്. ഇന്ന് എനിക്ക് പറയുവാനുള്ളതും അത് തന്നെയാണ്. നമ്മൾ ഈ വിശുദ്ധ കുർബാന, വിശുദ്ധ ബലിയിൽ, നമ്മുടെ ദിവ്യകാരുണ്യനാഥനിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുമ്പോൾ ഈശോ അതിന് വേണ്ട രീതിയിൽ ഉത്തരം നൽകും. ഞാൻ ഈ മിനിസ്ട്രി തുടങ്ങിയപ്പോൾ പോലും, ഡെഫ് മിനിസ്ട്രി തുടങ്ങിയപ്പോൾ പോലും, ഹോളി ക്രോസ് വൈദികർ ആയിട്ട് ഈ ഡെഫ് മിനിസ്ട്രി തുടങ്ങിയപ്പോൾ ഞാൻ നവധ്വനി എന്ന ഒരു പ്രസ്ഥാനം 2017 ആരംഭിച്ചു. അങ്ങനെ
ഇവർക്ക് വേണ്ടിയിട്ട് ആംഗ്യ ഭാഷയിൽ കേരളത്തിലും പുറത്തും പല ഭാഗങ്ങളിലെല്ലാം ഇവർക്ക് വേണ്ടി സേവനം ചെയ്യുമായിരുന്നു. അവരുടെ ഭവനങ്ങളെല്ലാം സന്ദർശിക്കുമായിരുന്നു. അവരോടൊപ്പം പ്രാർത്ഥിക്കുകയും അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും സങ്കടങ്ങളൊക്കെ എല്ലാം ശേഖരിച്ചുകൊണ്ട് ഞാൻ സമർപ്പിക്കുന്നതെല്ലാം ഈ വിശുദ്ധ കുർബാനയിലാണ്. ഞാൻ അവരോട് പറയും, ഞാൻ വിശുദ്ധ കുർബാനയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചോളാം, ഈശോ അതിനൊരു ഉത്തരം തരും. അതിനുശേഷം ഞാൻ അവരോട് പറയും, വെള്ളിയാഴ്ചയിലും അല്ലെങ്കിൽ ചൊവ്വാഴ്ചയിലും ഒക്കെ എല്ലാം ഞങ്ങൾക്ക് ആരാധനയുണ്ട്, ആരാധനയിൽ ഞാൻ ഈ കാര്യങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞാൽ ഈശോ അത് ഏറ്റെടുക്കും. അതിനുശേഷം അവർക്ക് കൃത്യമായൊരു മറുപടി കൊടുക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. ധാരാളം അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് അതെല്ലാം പറയണമെങ്കിൽ ഒത്തിരി സമയമെടുക്കും. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഈശോയുമായിട്ടുള്ള ആ ഒരു ബന്ധം, ഈശോ എനിക്ക് നൽകിയ ആ വിളി, ഈശോ എനിക്ക് നൽകിയ ആ ദാനം, ഒരു വൈദികൻ എന്ന ഈ ജീവിതം, ഒരു വൈദികൻ എന്ന ആ ഒരു പദവി, ആ ഒരു ദൈവവിളി, ഇതെല്ലാം ഈശോ എനിക്ക് തന്ന ദാനമാണ് എന്നും ഇതിലൂടെ അനേകാര്യങ്ങളെ സ്പർശിക്കുവാൻ സാധിക്കുമെന്നും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ഒരു എളിയവനായ എന്നെപ്പോലുള്ള ഒരു സാധാരണ വ്യക്തിക്ക് ഈശോ ഇതുപോലുള്ള ഉത്തരവാദിത്തങ്ങൾ നൽകി ഈശോ വീണ്ടും വീണ്ടും ജനങ്ങളിലേക്ക് എത്തി നിൽക്കുന്നു. ഈശോ വീണ്ടും ജനങ്ങളെ സ്പർശിക്കുന്നു. അവരുടെയൊക്കെ ജീവിതങ്ങളിൽ ദൈവം ഏറ്റവും വലിയൊരു അത്താണിയായി മാറുന്നു എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ എത്രയോ ശ്രേഷ്ഠമായ ഒരു വിളിയാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. എന്നെ വിളിച്ച ആ ദൈവത്തിന്, എന്നെ തിരിച്ചറിഞ്ഞ ഹോളി ക്രോസ് സഭയ്ക്ക്, എന്നെ പൊന്നുപോലെ വളർത്തിയെടുക്കുന്ന ഈ കത്തോലിക്ക സഭയ്ക്ക്, അതിനേക്കാൾ ഉപരി ഈ ശ്രേഷ്ഠമായ പൗരോഹിത്യം എന്ന ദാനം നൽകി ഓരോ ദിവസവും പരിപോഷിപ്പിച്ച് പരിപാലിച്ച് നടത്തുന്ന പൊന്നു തമ്പുരാന് നിത്യവും ആരാധനയും മഹത്വം ഉണ്ടാകട്ടെ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ.